ഓപ്പണായിട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ വാഴയുടെ ഇടയ്ക്കുള്ള പുല്ലുകളും പശുവിന് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ പശുവിന് നമ്മൾ കറക്കുന്ന പശുവാണ്, അപ്പം ഡെയിലി അതിന് പുല്ല് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പുല്ല് കൊടുക്കുന്ന കാരണം നമുക്ക് പുറത്തുനിന്ന് പുല്ല് വാങ്ങിക്കാൻ ആവശ്യം വരുന്നില്ല. അതും കൂടി നമുക്ക് കൃഷിയിലെ ലാഭമാണ്. അപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം പല രീതിയിലുള്ള ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്താണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം കൃഷിയിലുണ്ടാക്കാം. നഷ്ടമൊന്നും ഒരു കാരണവശാലും. പശുവിൻ്റെ ചാണകവും മൂത്രവും നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പശുവിൻ്റെ മൂത്രം നമ്മൾ കളയുന്നില്ല. പശുവിൻ്റെ മൂത്രം നമ്മൾ എടുത്തിട്ട് അത് നൈസാക്കിയിട്ട് നമുക്ക് പിന്നെ പച്ചക്കറി ചീരയ്ക്കൊക്കെ കൊടുക്കും. ചീര നമ്മൾ വെച്ചിട്ടുണ്ട്. ചീര നമ്മളിപ്പം ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരു സെൻറ്ററിൽ ഒരു ഹോളിട്ട് നമ്മളൊരു കപ്പ നട്ടെന്നിരിക്കട്ടെ, നമ്മൾ സൈഡിൽ വേറെ അതിന് ഓപ്പോസിറ്റായിട്ട് ഹോൾ വെച്ചിട്ട് അതിനകത്ത് ചീര നടും. അപ്പോൾ നമുക്ക് ഈ കൃഷി സ്റ്റാർട്ട് ചെയ്താൽ ഒരു 27 ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ചീരയെ വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 27 ദിവസം ആകുമ്പോൾ തന്നെ കൃഷിയുടെ ലാഭം തുടങ്ങിയാണ്. അത് തന്നെ. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷി വളരെ ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. എത്ര പശുക്കളുണ്ട് താങ്കളുടെ? ഇപ്പോൾ നമുക്ക് ഒരു 7 പശു ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പശുവിനെ നോക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വന്ന കാരണം ഇപ്പോൾ പശു ഒരു 2 പശുവേ ഇപ്പോൾ നിലവിൽ കറവ പശു ഉള്ളൂ. ആ പശുവിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ ഇതിനിടക്കുന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം മാത്രമേ നമ്മൾ കച്ചിൽ വാങ്ങിക്കാറുള്ളൂ. പിന്നെ വാഴ വളർത്തുന്നുണ്ട്. വാഴ നമ്മൾ ഇപ്പോൾ ഒരു 6 വെറൈറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഞാലിപ്പൂവൻ വെച്ചിട്ടുണ്ട്, റോബസ്റ്റ വെച്ചിട്ടുണ്ട്, കപ്പക്കാളി വെച്ചിട്ടുണ്ട്, പൂവൻ വെച്ചിട്ടുണ്ട്, കദളി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അപ്പം നമ്മളെല്ലാം കൂടുതലല്ല വെച്ചേക്കണം. ഇത് കുറേശ്ശെ ഇങ്ങനെ വയ്ക്കും. കാരണം വെച്ചാൽ 200 ഞാലിപ്പൂവൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു 5 വെറൈറ്റി വാഴകൾ വയ്ക്കുക. അപ്പോൾ നമുക്ക് വെറൈറ്റി കൂടുമ്പോൾ ആവശ്യക്കാരുണ്ടാവും. ഇപ്പോൾ നമുക്ക് കപ്പക്കാളിക്ക് നല്ല ഡിമാൻഡാണ്, പക്ഷേ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അത് നമ്മൾ അതിന് ഡിമാൻഡാണ്. പച്ചക്കായിട്ടും കറി വയ്ക്കാനായിട്ടൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ അതിന് ചിലവ് കിട്ടും. അതുപോലെ തന്നെ പടറ്റി വാഴയാണ്, അതും കറി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിന് നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ ഏത്തനും ഞാലിപ്പൂവിനൊക്കെ കൂടുതൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ പ്രശ്നം വരുന്നത്. വിപണി തേണ്ട വരുന്നുള്ളൂ. വെറൈറ്റി ഉള്ളപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ താങ്കളൊരു സംയോജിത കർഷകൻ തന്നെയാണ്. എല്ലാ കൃഷിയും ഉണ്ട്. അപ്പോൾ ഒരു കാര്യവും നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് വേസ്റ്റായി പോകുന്നില്ല. അവിടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ബന്ദി കൃഷി ചെയ്തിരുന്നു, പൂക്കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ചെണ്ടുമല്ലി ചെയ്തെങ്കിൽ നല്ല ലാഭമായിട്ട് കൃഷി ചെയ്ത് ഓറഞ്ച് കളർ ചെയ്തു, യെല്ലോ ചെയ്തു, വൈറ്റ് ചെയ്തു, റെഡ് 4 വെറൈറ്റി ചെയ്തു. അപ്പോൾ നമുക്ക് ഏറ്റവും നമുക്ക് പിന്നെ വിജയം കിട്ടിയത് ഓറഞ്ചും യെല്ലോയാണ്. നല്ല ഡിമാൻഡായിരുന്നു. അത് നമ്മുടെ പഞ്ചായത്തും കൃഷിഭവനൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മൾ അവരുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും കൂടുതൽ. ഇപ്പം നമ്മൾ ഒരു സമയം അനുസരിച്ച് നമുക്ക് ഏത് സമയം ഏതിൻ്റെ ഡിമാൻഡ് കാണും അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഈ പൂക്കൃഷി ഓണം വരുമ്പോൾ എന്തായാലും അതിൻ്റെ ഡിമാൻഡ് കാണും. അതനുസരിച്ച്